ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് പൊതുവായ ഒരു പരാമർശമുണ്ട്. ഇത് സ്ട്രെസ്സിൻ്റെ ഒരു കാലഘട്ടമാണെന്ന്. അത് പറയുവാനായിട്ടുള്ള ഒരു കാരണം, സാധാരണ അസുഖങ്ങളിലൂടെ മരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ സ്ട്രെസ്സിൻ്റെ ഫലമായിട്ട് മരിക്കുന്നുണ്ട്. അപ്പം സ്ട്രെസ്സ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മലയാളത്തിൽ ഇതിന് നമ്മൾ പിരിമുറുക്കം എന്നൊക്കെ പറയാം. നമ്മുടെ മനസ്സ് ഈ പിരിമുറുക്കത്തിലായി കഴിയുമ്പോൾ അത് പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങൾ ഒരു പക്ഷം വരികിൽ ഇപ്പോൾ ചിന്തിക്കും, സമൂഹത്തിൻ്റെ പിരിമുറുക്കം എങ്ങനെയാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെ ബാധിക്കുന്നത്? സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സ്ട്രെസ് നിങ്ങളുടെ പഠനത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്കുണ്ടായതായുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? തീർച്ചയായിട്ടും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന് സ്ട്രെസ് വരാറുണ്ടോ? എനിക്ക് അങ്ങനെ വരാറില്ല. എൻ്റെ കമ്പാനിയൻസിന് സ്ട്രെസ് വരാറുണ്ട്. ഈ മറ്റുള്ളവർക്ക് സ്ട്രെസ് വരും. ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ട്രെസ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ ഒരു സ്ട്രെസ് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് അവരെന്നെ പറ്റി വേറൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരിൽ നിന്ന് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ജീവിക്കാൻ പോയപ്പോൾ എനിക്ക് അവരുടെ ആ ചിന്തയിലേക്ക് എന്നുള്ളൊരു കാര്യം വന്നുകൊണ്ട് അവരുടെ ചിന്തയിലേക്ക് വളരാൻ സാധിക്കും എന്നുള്ള രീതിയിലൊരു പിരിമുറുക്കം എനിക്ക് അദ്ദേഹം പറഞ്ഞ വളരെ ഒരു വിലപ്പെട്ട സംഗതിയാണ്. സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഈ പ്രതീക്ഷകള്, ഡിമാൻഡ്സ്. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഉയരുവാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ എന്നെക്കൊണ്ട് ഉയരുവാൻ സാധിക്കുമോ എന്നൊരു സംശയം നമ്മളിൽ ഉണ്ടാകും. ആ സംശയം നമ്മളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെ ഉയരുവാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ മോശമായി പോകും. അപ്പം മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന് നമ്മളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കാകാൻ സാധിക്കുമോ? ഇദ്ദേഹത്തിന് എന്നാ തോന്നുന്നത്? മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നത് പോലെ ഇദ്ദേഹത്തിനാകാൻ സാധിക്കുമോ? എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് വർക്ക് ലോഡ് കൂടിയിട്ട് ഒരാഴ്ചത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഭക്ഷണങ്ങൾ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടായി സ്ട്രെസ് കാരണം. എനിക്ക് വർക്ക് ലോഡ് കൂടിയതിൻ്റെ ഫലമായിട്ട് അതെൻ്റെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഇങ്ങനെ പറയുന്നല്ലേ. ഓക്കെ, നമുക്കതിലേക്ക് വരാം. ഈ സ്ട്രെസ് ഉണ്ടാകുവാനുള്ളൊരു ഘടകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഉയരുവാനുള്ളൊരു ശ്രമം, അതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. ഇപ്പം ടീച്ചർ വന്ന് നിങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹം ഈ വർഷം ഒരു റാങ്ക് വാങ്ങിക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ മുതൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ആ റാങ്ക് വാങ്ങിക്കണം, എൻ്റെ ടീച്ചറിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരണം, എൻ്റെ പേരൻസിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണം, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകും. ആ ചിന്തകൾ നമ്മളിൽ വല്ലാത്ത പിരിമുറുക്കം ഉണ്ടാക്കും. അപ്പോൾ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുവാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും ഉണ്ടാകും. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷ, അവരുടെ ഡിമാൻഡ്സ് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ ഇടയാകും. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ പ്രതീക്ഷിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒക്കുമോ? മറ്റുള്ളവരെ എങ്ങനെ പ്രതീക്ഷിക്കണം നമുക്ക് തീരുമാനിക്കാൻ ഒക്കുമോ? പിന്നെ ആരാ തീരുമാനിക്കുന്നത്? നമ്മൾ എന്തോരം ആവണം. ഞാനിപ്പോൾ ഒരു നിലവരം, എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു അറിവില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ പറയണതനുസരിച്ച് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇതിനൊരു ചിന്ത വേണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കരുതെന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? പറയാൻ പറ്റില്ല. അവർക്ക് പ്രതീക്ഷിക്കാണ്ടിരിക്കുക. അതായത് മറ്റുള്ളവരെ എന്നെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കണോ വെക്കേണ്ടായോ എന്നുള്ളത് അവരാ തീരുമാനിക്കുന്നേ. പക്ഷെ നമ്മൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ ആ ഒരടിസ്ഥാനത്തിൽ ഉയരുവാനായിട്ട് ശ്രമിച്ചാൽ പലപ്പോഴും സ്ട്രെസ് ആയിരിക്കും അതിൻ്റെ അന്തിമ ഫലം. ഇദ്ദേഹം പറഞ്ഞതുപോലെ
എനിക്ക് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതല്ല, എനിക്ക് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം. എൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഞാൻ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ സ്ട്രെസ് ഉണ്ടാക്കത്തില്ല. എന്നാൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത പല പ്രതീക്ഷകളാണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ വളരുവാൻ ശ്രമിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതുണ്ടോ? മറ്റുള്ളവരുടെ ഈ പ്രതീക്ഷയൊക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊന്ന് പറയാമോ? അപകർഷതാബോധം, അതായത് നമ്മളെ കാണാനായിട്ട് അധികം സൗന്ദര്യമില്ല, മറ്റുള്ളവർക്കുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഒരു അപകർഷതാബോധം ഉണ്ടാക്കും. അത് നമ്മളെ തന്നെ വെറുക്കാനുള്ള ഒരു കാരണം ആയിട്ട് മാറുകയാണ്. അപ്പൊ അതൊരു സ്ട്രെസ് ആയിട്ട് മാറുമല്ലേ? ഞാൻ മറ്റുള്ളവരുടെ അത്രയും കാണാൻ നല്ലതല്ല, അല്ലെ അത്രയും കഴിവില്ല എന്നുള്ള ചിന്ത എന്നെ അപകർഷതയുള്ളവനാക്കും. അതായത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പോരാ എന്നുള്ള ചിന്ത, അത് നമ്മളിൽ അപകർഷതയും അതിൻ്റെ ഫലമായിട്ട് ദുഃഖവുമാണ് ഉണ്ടാക്കുന്നത്. സ്ട്രെസ് അല്ല അത് ഉണ്ടാക്കുന്നത്. എന്നിൽ വല്ലാത്ത കഠിനമായൊരു ദുഃഖം. എന്നാൽ ഞാൻ മറ്റുള്ളവരെ പോലെ ആയിത്തീരാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ അത് ഒക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത വരും. അവിടെ സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ അപകർഷതാബോധത്തിൽ മാത്രം സ്ട്രെസ് ഇല്ല, പക്ഷെ അത് സ്ട്രെസ്സിലേക്ക് നയിപ്പാൻ മുഖാന്തരമായിട്ട് തീരാം എന്നുള്ളത് ശരിയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് ഈ നിങ്ങൾ ആരാ എന്നുള്ളത് നിങ്ങളെക്കുറിച്ച് അറിയാം. എന്നാൽ നിങ്ങൾ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന അത് ഇന്നതുപോലെ ആകണം എന്നൊരു ഇമേജൊക്കെ നിങ്ങളുടെ മനസ്സിലില്ലേ? അതായത് ഒരു ഐഡിയൽ ഇമേജ്, ഇന്നതുപോലെ എനിക്കാകണം. അതേ സമയത്ത് ഞാൻ ഇന്നതാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകുമോ? സാധാരണ ഉണ്ടാകും അല്ലേ? അതായത് ഞാൻ ഇന്നതുപോലെ ആയിത്തീരണം എന്നുള്ള ഒരു ഇമേജ്, ഒരു നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് ഞാൻ മാറണം, അല്ലെങ്കിൽ നല്ല മിടുക്കനായിട്ട് മാറണം, അങ്ങനെയൊക്കെയുള്ള ചില ഇമേജുകൾ നമ്മൾ ഉണ്ടാക്കും. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഞാൻ പോരാ, എന്നെ കൊണ്ടത് പറ്റുകയില്ല, എൻ്റെ റിയൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയും നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഐഡിയൽ ഇമേജും ഈ റിയൽ ഇമേജും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെയും നമുക്ക് സ്ട്രെസ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ദുഃഖഭാവങ്ങളുണ്ട്. അതിനെ ഡിലേഡ് ഗ്രീഫ് എന്നാണ് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും നഷ്ടത്തോടനുബന്ധം, അത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ മാത്രമല്ല ഈ ഗ്രീഫ് ഉണ്ടാകുന്നത്. നമുക്ക് എന്തെങ്കിലും നഷ്ടമാകുമ്പോൾ നമ്മളിൽ ഗ്രീഫ് ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഗ്രീഫ്, നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്? ദുഃഖം വരുമ്പോൾ ഇദ്ദേഹം എന്നാ ചെയ്യും? ദുഃഖം വരുമ്പോൾ ഇദ്ദേഹം കരയും. കരയുന്നത് അത്ര നല്ലതാണോ? ആൺകുട്ടികൾ കരയുന്നത് നല്ലതാണോ? ഇപ്പൊ കരയുന്നതിന് ആൺ പെൺ വ്യത്യാസമില്ല. ഇപ്പൊ ഒരാൾ കരയുന്നത് അവൻ ആണാണോ നോക്കിയിട്ടോ പെണ്ണാണോ നോക്കിയിട്ടല്ല, അവന്റെ വിഷമം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അത് ഇതൊരു മുഖാന്തരം അല്ല. സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ, ആൺകുട്ടികളായാൽ കരയാൻ അനുവാദമില്ലെന്നുള്ളത്. അഥവാ ആൺകുട്ടികൾ കരഞ്ഞാൽ ചോദിക്കും, എന്താടാ പെൺകുട്ടികളെ പോലെ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കരയാനുള്ള അനുവാദം സാധാരണ സമൂഹം പെൺകുട്ടികൾക്ക് സാധാരണ കൊടുക്കാറുള്ളതല്ലേ? ഇതേ എന്തോ പറയാൻ വന്നത്? ഈ ആൺകുട്ടികൾ കരയുന്നതെന്ന് പറയുന്നത് അത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ എന്താ പറയാ, അവര് കരയുന്നില്ല, പക്ഷെ കണ്ണീര് അവരൊന്നും വരുന്നില്ലെങ്കിലും അവർ ഉള്ളിൽ കരയുന്നുണ്ട്. അത് വെളിയിലോട്ട് വരാനുള്ള അനുവാദമില്ല. അതാ സമൂഹം അവരെ പറ്റി അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വളരെ ശരിയായ ഒരു സംഗതിയാണ്. ആൺകുട്ടികൾക്ക് കരയുവാൻ സമൂഹം ഒരു അംഗീകാരം കൊടുക്കുന്നില്ല പലപ്പോഴും. പെൺകുട്ടികൾ മാത്രമേ കരയാൻ പറയുന്നത്. അത് തെറ്റായ ഒരു സംഗതിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അത് കരച്ചിലിലൂടെ വെളിയിൽ കളയുവാനുള്ള ഒരു മാർഗമാണ് ദൈവം നമ്മുടെ ശരീരത്തിന് നൽകിയിരിക്കുന്നത്. കരയുന്നത് വളരെ ആരോഗ്യപരമായ ഒരു സംഗതിയാണ്. അങ്ങനെ കരയാതിരിക്കുന്ന അനുഭവങ്ങൾ കൂടുതൽ നമ്മളിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഡിലേഡ് ഗ്രീഫ് വേണ്ട രീതിയിൽ നമ്മുടെ ദുഃഖം ലെറ്റ് ഔട്ട് ചെയ്യാതെ വരുമ്പോൾ അത് ഉള്ളിൽ തളം കെട്ടിക്കിടന്ന് അത് ഇതുപോലെയുള്ള സ്ട്രെസ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് മാറും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാ ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ വീട്ടിൽ 3 ചേച്ചിമാരുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ചേച്ചി ഇതേ ഒരു പയ്യനായിട്ട് ഇഷ്ടമായിട്ട് ഒരു ദിവസം പെട്ടെന്ന്
ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ബാലു എൻ്റെ കല്യാണം, എൻ്റെ ഒരു ബാലുവാണ്. ബാലു എൻ്റെ കല്യാണം കഴിഞ്ഞു, വീട്ടിലൊന്നും തിരക്കണ്ട. അപ്പം അങ്ങനെ ഒരു അനുഭവം. അപ്പം നമ്മളൊരു വരെ വല്ലാത്തൊരു സംഭവത്തിലായിരുന്നു. അപ്പം നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ്, എൻ്റെ അച്ഛൻ കംപ്ലൈൻറ്റ് ചെയ്യുന്ന വെച്ചാൽ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കംപ്ലൈൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ മിസ്സിംഗ് എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അപ്പോൾ എന്തായാലും പോലീസിനെ കൊണ്ടുവന്നേ പറ്റും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടും. ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഈ അനുഭവത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ വിഷമിക്കുമ്പോൾ അത് നമ്മളിൽ വല്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കാനുള്ള പ്രധാന ഒരു കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ അനുഭവങ്ങളാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഉറവിടമാണ് ചിലത് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സ്ട്രെസ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞേ. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഉയരുക, അത് സാധിക്കാതെ വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാകും. പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു റിയൽ ആൻഡ് ഐഡിയൽ ഇമേജ് ഉണ്ട്. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഡിലേയ്ഡ് ഗ്രീഫ്, അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അത്ര മോശമായ ഒരു സംഗതിയായിട്ട് നമ്മൾ കരുതണ്ട കേട്ടോ. കാരണം സ്ട്രെസ് വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. സ്ട്രെസ് ഇല്ല എന്ന് വരികിൽ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ? സ്ട്രെസ് ഇല്ല എന്ന് വരികിൽ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ എന്ന് പറയാമോ? ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഇതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, വർക്കിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പരീക്ഷ അടുക്കുകയാണ്. പരീക്ഷ അടുക്കുന്ന സമയത്ത് എന്തുവാ സ്ട്രെസ്? മനസ്സിൽ വരുന്ന സ്ട്രെസ് എന്നാ? അതെങ്ങനെയെങ്കിലും ഇത് എങ്ങനെയെങ്കിലും പഠിച്ച് എനിക്ക് ജയിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു നീഡ് നമ്മുടെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുമോ? പഠിക്കത്തില്ല. അപ്പം നമ്മുടെ പഠിത്തം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ് വേണം. സ്ട്രെസ് ഇല്ല എങ്കിൽ നമുക്ക് വളരാനൊക്കത്തില്ല. ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് പുരോഗമനം വേണമെങ്കിൽ നമുക്ക് സ്ട്രെസ് വേണം. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് അത്ര മോശമായ സംഗതിയൊന്നുമല്ല, അതൊരു പരിധി വരെ ആവശ്യമാണ്. എന്നാൽ ഈ സ്ട്രെസ് ഒരു പരിധി കഴിയുമ്പോൾ ഈ സ്ട്രെസ് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഇത് ദോഷകരമായി ബാധിക്കുന്ന അനുഭവത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അതായത് ദോഷകരമായിട്ട് ഇത് എന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചിന്ത. ഇദ്ദേഹത്തിന് എന്താ പറയുക? നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം എൻജോയ് ചെയ്യുന്നതിലൂടെ ചെയ്താൽ സ്ട്രെസ് ഉണ്ടാവുമോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്താൽ സ്ട്രെസ് ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ തന്നെ ഒരല്പം സ്ട്രെസ് നമുക്ക് ആവശ്യമാണ്. ആ സ്ട്രെസ്സോടുകൂടെ നമ്മൾ അത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു പ്രവർത്തനവും ചെയ്യാതിരിക്കുന്ന അവസ്ഥയും സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഓവർ വർക്ക്, അധിക ജോലി, ഒരുപാട് പഠനം, ഒരുപാട് കാര്യം ചെയ്തു തീർക്കുക, അതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. നിങ്ങൾ ഒന്നും പഠിക്കാതെ എങ്ങും പോകാതെ വെറുതെ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ സ്ട്രെസ് വർക്ക് മാത്രമല്ല, വർക്ക് ഇല്ലാത്തൊരവസ്ഥയും നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കുവാൻ മുഖാന്തരമായിട്ട് മാറും. അട്ടെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്ട്രെസ് ഏത് രീതിയിലാണ് ഇനി നമുക്ക് ദോഷകരമായിട്ട് നമ്മെ ഭവിക്കുന്നത്, നമുക്കിടയാക്കി തീർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ഈ സ്ട്രെസ് മുഖാന്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് സ്ട്രെസ് വളർന്നു വന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് സ്ട്രെസ് കൂടിയതിൻ്റെ ഫലമായിട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലെന്നുള്ളത്. അപ്പോൾ സ്ട്രെസ് കൂടിയാൽ അത് പഠിത്തത്തെ ബാധിക്കും അല്ലേ? അല്പം സ്ട്രെസ് ഉണ്ടെങ്കിലേ പഠിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ സ്ട്രെസ് അമിതമായിട്ട് കൂടിയാൽ പഠിത്തത്തെ അത് ബാധിക്കും. ചില കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുൻപ് അവരുടെ മനസ്സിൽ സ്ട്രെസ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. ഞാൻ പഠിച്ചതൊക്കെ ഓർക്കുമോ? ഓർക്കാതെ വന്നാൽ എഴുതാൻ ഒക്കുമോ? എഴുതാതെ വന്നാൽ ജയിക്കുമോ? ജയിക്കാതെ വന്നാൽ ഞാൻ ആകപ്പാടെ നാണം കെട്ട് പോകത്തില്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് ഓർക്കും, പഠിച്ചത് ഓർക്കുമോ ഓർക്കുമോ ഓർക്കുമോ, ഇങ്ങനെ ഓർക്കുമോ ഓർക്കുമോ എന്നുള്ള ചോദ്യം തന്നെ നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കും. അതിൻ്റെ ഫലം എന്നാണെന്നറിയാമോ? നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയത് മറക്കും. ഈ സ്ട്രെസ് ആദ്യമേ നിങ്ങളുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തി കുറയും,
കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങളുടെ തിങ്കിങ് പവറിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ പഠിച്ചാലും ശരി, നമുക്ക് ഓർക്കാനും പരീക്ഷ എഴുതാനും സാധിക്കത്തില്ല സ്ട്രെസ് കൂടിയാൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. എൻ്റെ പഠന ജീവിതത്തിൽ അമിതമായ സ്ട്രെസ് എന്നെ പിന്നോക്കം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള സംഗതി. ഈ സ്ട്രെസ് അധികമായി വർദ്ധിച്ചാൽ ശരീരത്തിൽ പല രീതിയിൽ അസുഖങ്ങളായി ഇത് വെളിയിൽ വരും. സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് BP, ഹൈ BP. BP-യുടെ എല്ലാം കാരണം സ്ട്രെസ് അല്ല, എന്നാൽ സ്ട്രെസ്സാണ് ഒരു അടിസ്ഥാന കാരണം. ഈ ബ്ലഡ് പ്രഷറിൻ്റെ അമിതമായ ഉയർച്ച, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അൾസർ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്കിൻ ഡിസീസ്, അലർജി പോലെയൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഡിസീസ്. എന്തിനു പറയുന്നു, ഒരു നല്ല ശതമാനം ക്യാൻസർ പോലും സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അപ്പോൾ സ്ട്രെസ് നിങ്ങളുടെ ശരീരത്തെ എന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു സ്ട്രെസ്സോട് കൂടെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഉടനെ എങ്ങനെയാണ് അത് ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്? ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുമോ? അതോ അന്നേരത്ത് ശരീരത്തിൽ വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കാറുണ്ടോ? എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഹെൽത്ത് പ്രോബ്ലംസ്. അതായത് കണ്ണിന് കാഴ്ച കുറയുന്നതായി തോന്നും, പിന്നെ തലവേദന ഉണ്ടാവും, പിന്നെ ബോഡി ഫുൾ ഒന്നും ചെയ്യാനുള്ള ഒരു ശേഷിയില്ലാതെ ആയി വരും. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറയുന്നു, ശരീരം മുഴുവനും ഒരു ബലഹീനമായ ഒരു അനുഭവം പോലെ, എനിക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്തൊരനുഭവം. അപ്പോൾ സ്വന്തം അനുഭവത്തിൽ തന്നെ സ്ട്രെസ് എന്തുമാത്രം ദോഷമുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നവർക്ക് സ്ട്രെസ് വേണം, എന്നാൽ തന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആ സ്ട്രെസ് ശരീരത്തെയും ബുദ്ധിയെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. വേറെ ഏതെങ്കിലും അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? സ്ട്രെസ് നിങ്ങളുടെ പഠനത്തെയോ ശരീരത്തെയോ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന? പറഞ്ഞാട്ടെ. എനിക്ക് സ്ട്രെസ് കൂടി കഴിഞ്ഞ് പിന്നെ ചില നേരത്ത് പരീക്ഷ എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല, അറിയാൻ തന്നെ. ചിലപ്പോൾ അവസാന നിമിഷമാകുമ്പോഴേക്കും അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അതായത് അറിയാമെങ്കിലും ആൻസർ അറിയാം, പക്ഷെ ഒരു പരീക്ഷ എഴുതാൻ സമയത്ത് അത് മനസ്സിലോട്ട് വരത്തില്ല, എഴുതാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല എന്നാ പറഞ്ഞല്ലേ? അപ്പോൾ സ്ട്രെസ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതി തന്നെ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പല രീതിയിൽ നമ്മളെ ബാധിക്കും. ശാരീരികമായിട്ട് നമ്മളെ ബാധിക്കും, നമ്മുടെ പഠനത്തെ ഇത് ബാധിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും. സ്ട്രെസ് കൂടുതലായി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം ഹൈപ്പർ സെൻസിറ്റീവായിട്ട് മാറും. പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരായിട്ട് മാറും. പല രീതിയിലുള്ള റിയാക്ഷൻസ്, നമ്മൾ ആഗ്രഹിക്കാത്ത പല റിയാക്ഷൻസൊക്കെ നമ്മളിൽ നിന്നുണ്ടാകും. അങ്ങനെയാണെന്ന് വരികിൽ ഈ സ്ട്രെസ്സിനെ നമുക്കൊന്ന് നിലയ്ക്ക് നിർത്തണ്ടേ? ഇത് സാധാരണ നമുക്കുണ്ടാകുന്ന സംഗതിയാണ്. പക്ഷെ ഇതിനെ നിലയ്ക്ക് നിർത്തിയെങ്കിലേ നമ്മുടെ പെർഫോമൻസ് നന്നാകത്തുള്ളൂ. വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസും സമൂഹത്തിലുള്ള നമ്മുടെ പെർഫോമൻസും നന്നാകണമെങ്കിൽ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുവാനായിട്ട് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ നമുക്ക്, നിങ്ങൾ സാധാരണ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് പറഞ്ഞാട്ടെ, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? അത് ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും സ്ട്രെസ് വരാൻ സാധ്യതയില്ല. കാരണം ഒരു എപ്പോഴും പഠിക്കുന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഒരു വർഷം ഇങ്ങനെ ഒരു ഇതുണ്ടാകും. അപ്പം ഇപ്പോൾ പഠിച്ച് നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിന് ഇപ്പോൾ പഠിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വേറെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതല്പം ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കൃത്യമായ സമയത്ത് നമ്മുടെ ജോലികളൊക്കെ തീർത്തു വെച്ചാൽ അവസാനം ഈ സ്ട്രെസ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള. അപ്പൊ ക്രമീകൃതമായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ്സിനെ നേരിടാൻ സാധിക്കുമെന്ന് ഇദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടല്ലോ. ഞാൻ എൻ്റെ സ്ട്രെസ് കളയുന്നത് യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് ഞാൻ യോഗ ഒക്കെ ചെയ്യാറുണ്ടോ? യോഗ ഞാൻ സ്ഥിരം ചെയ്യാറില്ലെങ്കിലും സ്ട്രെസ് കളയാൻ സമയം യോഗ എന്ന് കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് പോകുമോ? ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ സ്ട്രെസ് കളയുന്നത് ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടും, പൊട്ടിത്തെറി, നമ്മൾ പെട്ടെന്ന് തന്നെ. എൻ്റെ പൊട്ടിത്തെറിയിലൂടെയാണ് എൻ്റെ സ്ട്രെസ് ഞാൻ കളയുന്നത്. അതായത് ഞാൻ ഇൻഅപ്രോപ്രിയേറ്റ് ആക്ഷൻ അതിന് പറയുന്നത്. അത് അംഗീകാരയോഗ്യമല്ലാത്ത പല പ്രവർത്തനങ്ങളിലൂടെ എൻ്റെ സ്ട്രെസ് ചിലപ്പോൾ വെളിയിൽ കളയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ. എനിക്ക് സ്ട്രെസ് വന്നപ്പോൾ ഞാൻ റിലാക്സ് ചെയ്യും. ഇപ്പം ഓവർലോഡ് വന്നാൽ 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ബാക്കി ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഞാൻ ജസ്റ്റ് കറങ്ങി നടക്കും. അങ്ങനത്തെ ഒരു ഇത്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടെ. എനിക്ക് സ്ട്രെസ് കൂടുമ്പോൾ ഞാൻ കൂടുതലും പാട്ട് കേൾക്കും. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും.
ഒന്നിൽ നിന്ന് ശ്രദ്ധയെ മറ്റൊന്നിലേക്ക് തിരിക്കും, പിന്നെ പാട്ടുകളും ഒക്കെ കേൾക്കും. അങ്ങനെ എൻ്റെ സ്ട്രെസ് കളയാനായിട്ട് ഞാൻ ശ്രമിക്കും. വേറെ ആരെങ്കിലും ഇദ്ദേഹം? ഞാൻ എൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി കളിയിൽ ഏർപ്പെടാറ്. ഞാൻ കളിയിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ സ്ട്രെസ് ഒരുപാട് കുറയും. നിങ്ങളൊക്കെ പറഞ്ഞത് വളരെ നല്ല ഉത്തരങ്ങളാണ്. സ്ട്രെസ് മാനേജ് ചെയ്യുവാനായിട്ട് വളരെ ഭംഗിയായ രീതിയിലുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. സ്ട്രെസ് മാനേജ് ചെയ്യുവാനായിട്ട് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ കളിക്കും, ചിലപ്പോൾ ലീഷർ ടൈം എടുക്കും, ചിലപ്പോൾ റിക്രിയേഷനിലേക്ക് വരും, യോഗ ചെയ്താൽ നല്ലതാണ്, റിലാക്സ് ചെയ്താൽ നല്ലതാണ്. ഇതൊക്കെ വളരെ നല്ല സംഗതിയാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, സ്ട്രെസ് വരുമ്പോൾ അത് ആദ്യമേ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ബൗദ്ധിക തലത്തിലാണ്, ഇൻ്റലക്ച്വൽ ഏരിയയില, കോഗ്നിറ്റീവ് ലെവലിലാണ്. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമുക്കുണ്ടാക്കുന്നത്. ഒരു സംഭവം ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കിയാൽ മറ്റൊരാൾക്ക് അത് സ്ട്രെസ് ഉണ്ടാക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെന്ന് ഒരു സംഭവമാണോ സ്ട്രെസ് ഉണ്ടാക്കുന്നത്? അതോ സംഭവത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ? എന്ത് തോന്നുന്നു? ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു പേടി നമ്മളിൽ ഉണ്ടാവും. എന്നുള്ള പേടിയാണോ എന്നുള്ള ചിന്തയാണോ? ചിന്ത. അപ്പൊ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത് എന്താ? മറ്റുള്ളവരാണോ സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതോ നമ്മൾ തന്നെയാണോ? നമ്മൾ തന്നെയാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാല് ഒരേ സംഭവം തന്നെ എല്ലാവർക്കും ഒരുപോലെ സ്ട്രെസ് ഉണ്ടാക്കണമെന്നില്ല. നമ്മൾ ആ സംഭവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളോട് എന്തു പറയുന്നോ, നമ്മളെ എങ്ങനെ കാണുന്നോ, അതിനനുസരിച്ചാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെസ് മാറണമെങ്കിൽ ഒന്നാമത് എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മുടെ ചിന്തയിൽ മാറ്റം ഉണ്ടാക്കണം. ഒരു സംഭവത്തിൽ ഞാൻ തകർന്നു പോകുന്നു എന്ന് ചിന്തിച്ചാൽ സ്ട്രെസ് ഉണ്ടാകും. എന്നാൽ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് സംഭവിക്കട്ടെ, എന്നാലും ഞാൻ ജീവിക്കും, ഇതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അവിടെ സ്ട്രെസ്സിന് പിന്നെ സ്ഥാനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബൗദ്ധിക തലത്തിൽ നമ്മുടെ സ്ട്രെസ് മാറ്റുവാൻ തക്കവണ്ണം ചിന്തയിൽ മാറ്റമുണ്ടാക്കണം. അപ്പോൾ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ചിന്തയിൽ മാറ്റമുണ്ടാക്കണം. എന്തോ ഇദ്ദേഹം പറയാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു ആക്സിഡന്റ് പറ്റുക, അപ്പം സ്ട്രെസ് കൂടൂ എനിക്കറിയില്ല. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് കൂടണമെന്നില്ല. എന്നാൽ മരിച്ചു പോകുമോ എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരു ട്രാഫിക് ജാമിൽ ചെന്ന് നിൽക്കുന്ന അവസരത്തിൽ കണ്ടിട്ടുണ്ടോ, ഈ മിക്കവാറും ആളുകൾ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അവർക്കറിയാം അവരുടെ മുന്നിൽ വണ്ടിയുണ്ട്, സൈഡിൽ വണ്ടിയുണ്ട്, പിറകിലുണ്ട്, ആർക്കും പോകാൻ ഒക്കത്തില്ലെന്നറിയാം, എന്നാലും അവർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഈ ഹോൺ അടിക്കുന്നത് ഇവരുടെ സ്ട്രെസ്സിൻ്റെ ഒരു റിലീസാണ്. അതായത് പെട്ടെന്ന് എനിക്ക് പോകണം എന്നുള്ള ചിന്തയിൽ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്, അതിൻ്റെ ഒരു റിലീസാണ് ഈ ഹോൺ അടിയിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അപ്പം നമ്മുടെ ബൗദ്ധിക തലത്തിൽ ചിന്തയിൽ മാറ്റമുണ്ടാക്കിയാൽ സ്ട്രെസ്സിൽ മാറ്റമുണ്ടാകും. നമ്മൾ റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്പിരിച്വൽ റിസോഴ്സസ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുവാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, മനസ്സ് വല്ലാതെ പിടഞ്ഞിരിക്കുമ്പോൾ അല്പസമയം ഒന്ന് ധ്യാനിച്ചാൽ, അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ മനസ്സിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിൻ്റെ സ്ട്രെസ് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. യെസ്. അപ്പോൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും? ദൈവവിശ്വാസം ഉള്ളവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ വിശ്വാസത്തിൽ അവർ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ സ്ട്രെസ് കുറയും. എന്നാൽ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് സ്ട്രെസ് കുറയ്ക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അവരുടെ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ യൂസ്ഫുള്ളായി തീരുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ സ്ട്രെസ് കുറയാനായിട്ട് സാധിക്കും. അവരുടെ ദൈവമെന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയുന്ന ദൈവം ആയിരിക്കണമെന്നില്ല. അവരുടെ ദൈവം ചിലപ്പോൾ തത്വസംഹിതയാകാം, ചിലപ്പോൾ സത്യമെന്ന് പറയുന്നതാകാം, ചിലപ്പോൾ സൊസൈറ്റി ആകാം. എന്തിനേയും അവർ ദൈവമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവരുടെയും സ്ട്രെസ്സിനെ കുറയ്ക്കുവാനായിട്ട് പര്യാപ്തമായിട്ട് മാറുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്പിരിച്വൽ റിസോഴ്സസ് നമ്മുടെ ഈ സ്ട്രെസ്സിനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ എടുക്കുന്ന എക്സസൈസ്. വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ പഠനമല്ലാതെ മറ്റെന്തെങ്കിലും എക്സസൈസൊക്കെ സാധാരണ ചെയ്യാറുണ്ടോ? ജോക്കിങ് ചെയ്യാറുണ്ട്, പിന്നെ കളിക്കാറുണ്ട്.
അത് വളരെ നല്ല സംഗതിയാണ്. ചിലര് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റ് ഫിസിക്കൽ എക്സസൈസുകൾ, കളികൾ ഇതിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് വളരെ അപകടകരമായ സംഗതിയാണ്. നിങ്ങളുടെ ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ്. ആവശ്യമായ രീതിയിൽ നിങ്ങൾ കളിക്കണം, നല്ല എക്സസൈസ് എടുക്കണം, എനർജി ഇങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്യണം. അതൊക്കെ നിങ്ങളെ തന്നെ റിലാക്സ് ചെയ്യുവാനായിട്ട് വളരെ നല്ല ഒരു മാർഗമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹം സ്ട്രെസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. കാരണം നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുവാനുള്ള നമ്മുടെ ശ്രമം ഒരുപാട് സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കും. ഉയരുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥ നമ്മളെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് പലപ്പോഴും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ന്യായമായ നിലയിൽ ഈ സ്ട്രെസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് അത്രേ നമ്മൾ കണ്ടത്. അപ്പോൾ പഠിക്കുന്നതായുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് പഠന സമയത്തും അല്ലാത്തപ്പോഴും സ്ട്രെസ് വർദ്ധിപ്പിക്കാതെ മനസ്സിനെ റിലാക്സ് ചെയ്ത് അവർക്ക് പഠിക്കുവാൻ സാധിച്ചാൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് വളരെ നന്നായിരിക്കും. അങ്ങനെയുള്ള ഒരു ആരോഗ്യപരമായ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കിനെ ഞാൻ ചുരുക്കുന്നു. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനിയും വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. ബി പോസിറ്റീവ്.